കാണുന്ന റിപ്പോർട്ട് പല ഭാഗത്തു നിന്ന് കിട്ടുന്നു. പലതരത്തിലുള്ള ഭീഷണി വരുന്നെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ക്യാമ്പസിൽ ബില്ലിക്കുണ്ടാവുന്നു, കുട്ടികൾക്കൊക്കെ അപകടം ഉണ്ടാവുന്നുള്ള ഒരു ടെലിഫോണിക്കായിട്ട് എനിക്ക് പല ഭാഗത്തു നിന്നുള്ള മെസ്സേജ് കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ പോലീസിനെ വിളിച്ച പോലീസും പറഞ്ഞു നാളെ നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്, സാറിന് പറ്റുന്ന മാറ്റിയോടെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റിന്ന് വിളിക്കുന്നു, അവിടുത്തെ സ്ഥിതി മോശമാണെന്നുള്ള റിപ്പോർട്ട് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെന്താ തീരുമാനിക്കുന്നുണ്ട്? രാത്രി തന്നെ വിളിച്ചത് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ അത് എന്തായാലും യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരാണ്, എംപവേർഡ് ആൾക്കാരാണ്, അതിനുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചത്. എല്ലാവർക്കും കൺസേൺ ഉണ്ടാവും. കാരണം ഒരു ക്യാമ്പസിൽ അക്രമം ഉണ്ടാവുക, വയലൻസ് ഉണ്ടാവുക, കുട്ടികൾക്ക് പരിക്കേറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പരിക്കേറ്റ എനിക്ക് പരിക്കേറ്റില്ല, അത് എനിക്ക് കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് ഒരു ഇലക്ഷൻ പോവുക, കുറെ പേര് എതിർക്കുക, കുറെ പേര് അനുകൂലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. ഞങ്ങൾ എന്തിനു നിൽക്കാൻ തയ്യാറാണ്, സ്റ്റാഫ് എല്ലാവരും നിൽക്കാൻ തയ്യാറാണ്. എല്ലാവരും ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ട് പോയത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. അത് നടത്തി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും, നടത്താതിരുന്നാലും പ്രശ്നം ഉണ്ടാകും പറയുമ്പോൾ ആ രണ്ട് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് തീരാതെ നമുക്ക് നടത്താൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ നടത്തി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് പറയും, നടത്താതിരുന്നാൽ പ്രശ്നം ഉണ്ടാകും വേറൊരു ഗ്രൂപ്പ് പറയും. അതിന്റെ നടത്തി വിടുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയും. എല്ലാം നിങ്ങൾ നടത്താതിരിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ അതിന്റെ പേരിൽ ഒരു അടിപിടി ഉണ്ടായിരുന്നു. എന്റെ കുട്ടികൾ ആശുപത്രിയിലാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് രാവിലെ 6 മണിക്ക് തീരുമാനം മാറ്റേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഇവിടുന്ന് 6:30 ഞാൻ പോയത്. പോകുന്നവര് ഞങ്ങളുടെ തീരുമാനം വളരെ വ്യക്തമാണ്. ഒരു തീരുമാനം സാധാരണ ഞാൻ മാറ്റാറുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ സെക്യൂരിറ്റി പ്രശ്നമാണ്. എനിക്ക് അതിനകത്ത് തീരുമാനം എടുക്കുമ്പോൾ അല്ല, നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞത് നാളെ ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ഇവിടെ പോലീസ് സെക്യൂരിറ്റി വേണം, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന പൈസ പോലീസ് സെക്യൂരിറ്റി നടത്താലോ, പോലീസിനെ വിളിച്ചാൽ നടത്താലോ. പോലീസ് എന്നോട് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് പറ്റുമെങ്കിൽ ഇത് നീട്ടി വെക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ നമ്മളെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ അത് പറയുന്നു. പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് മാറ്റിവെക്കാൻ അവർ പറഞ്ഞില്ല. പറ്റുമെങ്കിൽ മാറ്റിവെക്കണം, ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടത് റിപ്പോർട്ട് നല്ലതല്ല, നാളെ പ്രശ്നം ഉണ്ടാവുന്ന പറഞ്ഞിരിക്കും. അപ്പൊ അത് വെക്കും എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നടത്താൻ ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ തന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞു നടത്താൻ പറ്റുന്ന കാര്യം സംശയമാണ്. കാരണം ഞങ്ങളുടെ പ്രിപ്പറേഷൻ മുഴുവൻ ഇന്നലെ ബ്ലോക്കാണ്. പ്രിപ്പറേഷൻ നാളെ രാവിലെ വന്നിട്ടാ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞില്ല. ടീച്ചേഴ്സിനൊന്നും നമ്മൾ ലെസൺ കൊടുത്തിട്ടില്ല. ടീച്ചേഴ്സ് രാവിലെ വന്നിട്ടല്ല. നിങ്ങളോട് സാറ് കാര്യങ്ങൾ വിശദീകരിച്ചു. ഒരു കൂട്ടം ആൾക്കാരോട് ഒരു ചർച്ച പോലെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ല. പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. എന്താണ് ബുദ്ധിമുട്ടുള്ളത് സാർ കംപ്ലൈന്റ് കഴിഞ്ഞു. സെക്യൂരിറ്റി എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ ചോദിക്കും, കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ ചോദിക്കും. സെക്യൂരിറ്റി ഫോൺ കൂടെ ഇലക്ഷൻ നടന്നില്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉള്ള നാല് പ്രതിനിധികൾ സംസാരിക്കാം. സെക്യൂരിറ്റിക്ക് വേണ്ടി സംസാരിച്ചിട്ട് സെക്യൂരിറ്റി തരണം. ഇങ്ങനെ എപ്പോഴും വിട്ടിട്ട് പോരാ. വിളിക്ക്. എടാ അയാൾ കയറിപ്പോയ പിന്നെ ഒന്നും നടക്കൂല. ബാച്ച് പോയി പറയും. പറ്റില്ല, മൂന്നാൾ സംസാരിക്കാൻ പറ്റൂല. എല്ലാരും സാറ് സ്റ്റുഡൻസ് തന്നെയല്ലേ? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. സബാസ്യ ഒന്നും നടക്കൂല. അല്ലെങ്കിൽ ഒന്നും നടക്കൂല.
ബാച്ചിൽ ഇഷ്ടമാണെന്ന് ചെല്ല് 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 ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും രണ്ട് സ്മൃതി ഈ കമ്പനി സ്മൃതി സംബന്ധിച്ച എന്തെങ്കിലും ഒന്നും തീരുമാനം നമുക്ക് അനുകൂലിച്ച് വന്നിട്ടുണ്ടോ? ഞങ്ങൾ ആരും വിശ്വസിക്കണ്ടേ സാർ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല അല്ല പറഞ്ഞ റീസൺ തന്നെ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മെസ്സേജസ് പോലീസ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ കുറെ പേരോട് കല്ലെടുത്ത് നിങ്ങളെ തലയിൽ വീണ് കഴിഞ്ഞാൽ എന്റെ തലയിൽ റിപ്പോർട്ട് സാറിന് വന്നിട്ടൊന്ന് സാർ കാണിച്ചു തരുമോ? കാണിച്ചു തരാൻ പറ്റില്ല. ടെലിഫോണിക് മെസ്സേജ് ആണ്. ഇതൊന്നും മെസ്സേജിന്റെ പേരിലാണോ നമ്പറൊക്കെ നമുക്കറിയാം. ആ ഫേക്ക് ഒന്നുമല്ല. അത് കൺഫേം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ ഒരാൾ വിളിച്ചോ ഇന്നലെ വൈകുന്നേരം മുതൽ പ്രശ്നം പോലീസ് പോലീസിൽ വന്ന് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?